കൊല്ലും പിടിണ്ടാവില്ല, ഒഴിക്കാൻ തുമ്പി ഉണ്ടാവില്ല നീണ്ട. ഇനി അതേസമയം നേരത്തെ തൊട്ട് പിറകിൽ അബാരീഖ്, ഇബ്രീഖ് എന്ന് പറഞ്ഞാൽ മുകളിൽ തൂക്കിപ്പിടിക്കാൻ ഒരു പിടിയും ഉണ്ടാവണം, ഒഴിക്കാനൊരു തുമ്പിക്കൈ പോലെയുള്ള ഒരു തുമ്പി, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് ഇബ്രീഖ് എന്ന് പറയാ. അപ്പൊ അത്തരം പാത്രങ്ങൾ, അത് പലതരത്തിലുള്ള പാത്രം ഉണ്ടാവും, ഒരു പാത്രം മാത്രമല്ല. ആ പാത്രങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അക്വാബ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലാ ഉറുവത ലഹാ വലാ ഖുർതൂം. അബാരീഖ് എന്ന് പറഞ്ഞാൽ ഹിയ ആനിയത്തുൻ ലഹു ലഹാ ഉറുവതുൻ വ ഖുർതൂം. ഇതൊക്കെ ഉള്ളതാണ്. നമ്മുടെ മൂളിയെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ വെള്ളമൊഴിച്ച് കേൾക്കുന്ന ഈ കിണ്ടിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്, നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന് പിടുത്തവും കൂടെ ഉണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റൂ എന്നാണ് ഈ ഭാഷ കൊണ്ട് മനസ്സിലാകുന്നത്. ഏതായാലും സംഗതി ശരി. ജഗ്, ജവന, കഅ്സ്, ഗ്ലാസ്, കുടിക്കാനുള്ള കപ്പ്. മിമ്മഴീൻ, ശുദ്ധമായ കള്ളിന്റെ കപ്പുകളാണ് അവർക്കുള്ളത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. ഗ്ലാസ്, കഅ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, വെള്ളം നിറച്ചു വെച്ച ഗ്ലാസ്, അതിനാ പറയാ. കാലി ഗ്ലാസ് അല്ല. പാർന്നിങ്ങനെ കൊണ്ട് നടക്കുക, ഏതാ വേണ്ടത്, ആർക്കാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ ഓടി നടക്കും നമ്മുടെയൊക്കെ അടുത്ത്. പാത്രങ്ങൾ വേറെയുണ്ട്, തീർന്നാൽ ഒഴിച്ചു തരാൻ ഇനിയും പാത്രമുണ്ട്. ഒരു ഗ്ലാസ് ഇങ്ങനെ എപ്പോഴും റെഡിയാ. ഗ്ലാസ്സിൽ അത് ഉണ്ടാകുമ്പോഴേ കഅ്സ് എന്ന അറബിയിൽ പറയണ്ടേ ഉള്ളൂ, അതില്ലെങ്കിൽ ഖദഹ് എന്നാ പറയുക കപ്പിന്. ഗ്ലാസ്സിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഖുർആനിൽ എവിടെയൊക്കെ കഅ്സ് പറഞ്ഞിട്ടുണ്ടോ അവിടെ പാനപാത്രം മാത്രമല്ല പാനീയവും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ ബൈളാഅ ലദ്ദത്തിൻ ലിശാരിബീൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. സൂറത്തു സാഫാത്ത് 44. അല്ലാഹു തആല പറഞ്ഞു, യുതാഫു അലൈഹിം ബികഅ്സിൻ മിൻ മഈൻ, നല്ല ശുദ്ധമായ കള്ളിന്റെ പാത്രം, അതാ കള്ളിന്റെ കപ്പുകൾ, അതുമായിട്ട് അവരിങ്ങനെ നടക്കും. ബൈളാഅ, വെളുത്ത കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, തെളിഞ്ഞ കള്ള്, ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദകരമായ കള്ള്, ചമർപ്പുള്ളതല്ല, കയ്പുള്ളതല്ല, കുടിക്കാൻ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള കള്ളാൻ. ലദ്ദത്തിൻ ലിശാരിബീൻ, ഭൂമിയിലെ കള്ള് പോലെയല്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ, അത് കുടിച്ചാൽ തോന്നിവാസം പറയില്ല. ഇവിടെ ഒരു തുള്ളിയുടെ അകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ലക്ക് തെറ്റാൻ തുടങ്ങും, അതുണ്ടാവില്ല. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും യുൻസഫൂൻ, മസ്ത് പിടിക്കുകയുമില്ല. ഇത് രണ്ടുമില്ല. ഇതാണ്, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ലാ യുസബ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അത് കുടിച്ചു എന്ന് കരുതി ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. ലാ യുസബ്ദഊന അൻഹാ, തലവേദന എടുക്കില്ല. വലാ യുൻസിഫൂൻ, അതുപോലെ തന്നെ മസ്തു പിടിക്കുകയും ഇല്ല. രണ്ടും ഉണ്ടാകില്ല. തലവേദന എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ്. ലഹരിബാധയുടെ പ്രാഥമിക ഘട്ടമാണ് ഒരു നേരിയ തോതിലുള്ള തലവേദന. അതുപോലും ഉണ്ടാകൂല. പിന്നെ അല്ലേ മസ്താകല, അതും ഉണ്ടാകൂല. രണ്ടും ഉണ്ടാവില്ല. കുടിക്കും തോറും ലദ്ദത്തിൽ ലിശാരിബീൻ, ആനന്ദം ഇങ്ങനെ കൂടി വരികയാണ്, സന്തോഷം ഇങ്ങനെ കൂടി വരികയാണ്, ആരോഗ്യം ഇങ്ങനെ കൂടി വരികയാണ്. ഇതാണ് സ്വർഗീയ കള്ള്. പക്ഷേ ആ സ്വർഗത്തിലെ കള്ള് കുടിക്കണോ? സ്വർഗത്തിലെ കള്ളും ഭൂമിയിലെ കള്ളും, ഭൂമിയിലെ കള്ളിലെ സൈഡ് എഫക്റ്റുകളൊന്നും നാളെ സ്വർഗത്തിലെ കള്ളിൽ ഉണ്ടാകൂല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ഫിൽ ഖംറി അർബഉ ഖിസാൽ, ദുനിയാവിലെ കള്ളിൽ 4 കാര്യമുണ്ട് മഹാനവറുകൾ പറഞ്ഞു. ഒന്ന് അസ്സക്കർ, ഒന്ന് തല കറങ്ങ, കുടിക്കുമ്പോഴേക്ക് തുടങ്ങും കറക്കം, അത് ദുനിയാവിന്റെ കള്ളിന്റെ പോരായ്മയാണ്. പിന്നെ വസ്സുദാ, തലവേദന, വൽ ഖൈഉ, ഛർദിക്കുക, വൽ ബൗലു, മൂത്രിക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞല്ലേ, കുടിച്ച് പാത്തി അടക്കാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മളെ ഭാഷയിൽ പറയണ. ഇവിടെ കുടിച്ചാണ്ടാണ് അതാ, ഒന്ന് നന്നായി മൂത്രമൊഴിക്കും, ഛർദിച്ച്, കുടിച്ച് ഛർദിച്ചൊക്കെ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ തലവേദന എടുക്കലും മസ്തും. ഈ 4 കാര്യവും വലൈസത്ത് ഫീ ഖംറി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗാവകാശികളുടെ കള്ളിലില്ല. ബൽ ഹിയ ലദ്ദത്തും ബിലാ അദൻ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന സ്വർഗ്ഗത്തിലെ കള്ള് ലദ്ദ, അത് ആനന്ദമാണ്. ബിലാ അദാ, യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത.
എന്തെങ്കിലും ഒരു പോരായ്മ, ഇവിടെ എന്തൊക്കെ ശല്യമുണ്ടോ ആ ശല്യമൊന്നും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാക്കാതുള്ള ആനന്ദം, അതാണ് സ്വർഗീയ കള്ള്. അപ്പൊ കുടിക്കാം. ഇത് ഞാൻ പറയാൻ കാരണം ചിലർക്കൊക്കെ തോന്നും ബി അക്വാബിംബ അബാരിക്കവ കസിമിം മഴ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുഖം ചൊളിക്കുന്നവരുണ്ടാവും. ഉസ്താദെ കള്ളുടിക്കാനാ പത്രയൊക്കെ ഇടങ്ങേറാണ് എന്ന് ചോദിക്കണവരുണ്ടാവും. അപ്പോൾ ഓൽക്ക് ആ വിഷമാണ് തീരും ഈ ആയത്ത് പറയുന്നതോടുകൂടി. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല, അവിടുത്തെ കള്ള് ഇവിടുത്തെ കള്ള് പോലെയല്ല. മാത്രവുമല്ല, ഈ മക്കൾ കറങ്ങി നടക്കുമ്പോൾ ഇത് മാത്രമല്ല ഉള്ളത്. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വൈതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്. അവിടെ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, കെസ് എന്ന് പ്രയോഗിക്കുമ്പോൾ മാത്രമേ എന്താ ഉള്ളത് എന്ന് പറയുള്ളൂ. മറ്റത് അങ്ങനെ ഉള്ളത് പറഞ്ഞോളന്നില്ല എപ്പോഴും. ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബ്, വെള്ളിപ്പാത്രങ്ങളും അതുപോലെ തന്നെ ജഗ്ഗുകളുമായിട്ട് അവരിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അവിടെ എല്ലാമുണ്ട്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞില്ലേ എല്ലാമുണ്ട് എന്ന്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹ് പറഞ്ഞു 4 തരത്തിലുള്ള നദികളുണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഏതൊക്കെയാണ്? ശുദ്ധമായ തേനിന്റെ കള്ളുണ്ട്, തേനിന്റെ നദിയുണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായ ജലത്തിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് കള്ളിന്റെ നദിയുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണ് പാലിന്റെ നദിയുണ്ട്. ഇതൊക്കെ നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് തരുന്നതാണ്. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അൻഹാറും മിൻ അസൽ, തേനിന്റെ നദികള്. അതുപോലെ തന്നെ ലബന്, പാലിന്റെ നദികള്. ആറുകൾ, 4 തരത്തിലുള്ള ആറുകളുമുണ്ട്. പാലുണ്ട്, തേനുണ്ട്, കള്ളുണ്ട്, ശുദ്ധജലമുണ്ട്. ഈ ആറുകളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല പറഞ്ഞു. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു ആ കാര്യം പറയുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊക്കെ കൊണ്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുക. ഏതാ വേണ്ടത് മക്കളെ? പാലാണോ തേനാണോ? എന്താ വേണ്ടതെങ്കിൽ തരാം. നോക്ക് നിങ്ങൾ, എത്ര ഭംഗിയുള്ള ലോകമാണ് സ്വർഗം. ഈ ചെറിയ പയ്യന്മാരുടെ സപ്ലൈ കാണാൻ ഹരമുള്ള ഒന്നാണ്. ഒരേ യൂണിഫോം ധരിച്ച് അവരിങ്ങനെ ഓടി നടക്കുന്ന സുമുഖന്മാരായ പയ്യന്മാർ. പക്ഷേ എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇത്തരുണത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചെറുപ്പക്കാരോട് പ്രത്യേകം പറയട്ടെ, ഇന്നത് പറയാൻ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാലം. എന്തേ കാരണം? ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു വാക്ക് കേൾപ്പിക്കട്ടെ. കുല്ലു മുസ്കിരിൻ ഹംറുൻ, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം വമൻ ശരിബൽ ഖംറ ഫിദ്ദുന്യാ വമാത വലം യതുബ് മിൻഹാ വഹുവ മുദ്മിനുഹാ ലം യശ്റബ്ഹാ ഫിൽ-ആഖിറ. റവാഹു മുസ്ലിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുനിയാവിൽ വെച്ച് കള്ള് കുടിച്ചവന് സ്വർഗീയ കള്ള് കുടിക്കാൻ പറ്റില്ല. സദഖ റസൂലുള്ളാഹി. ഇത് പറയൽ വളരെ അത്യാവശ്യമായിരിക്കുകയാണ്. എന്തേ കാരണം? ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവനും കുടിച്ച് കൂത്താടുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരെല്ലോട്ടോ കുറ്റം പറയുന്നത്, നിങ്ങൾ വിഷമിക്കരുത്. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരിൽ നല്ല ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുപോയി കേൾക്കുമ്പോൾ ഇതുള്ളവരാ. ഞാൻ അതേക്കുറിച്ച് ഈ നോമ്പിന് താനൂർ വെച്ചൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. മദ്യപാനവും ലോട്ടറിയും എന്നൊരു കാസറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വിശദ വിവരത്തിന് നിങ്ങളത് കേൾക്കുക. ഇവിടെ ഒന്നും ഇങ്ങനെ പരാമർശിച്ചു പോകാനേ പറ്റൂ. കാരണം ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് അതിൻ്റെ സംഭവങ്ങളും ആയത്തുകളും ഹദീസുകളും താക്കീതുകൾക്ക് കാതോർക്കുമ്പോൾ എന്ന 5 ദിവസത്തെ പ്രഭാഷണമായിരുന്നു. അതിൽ ഓരോ ദിവസം ഓരോ വിഷയങ്ങളാണ്. ലൈംഗിക അരാജകത്വമുണ്ട്, അതോടൊപ്പം ഒരു വിഷയം ഇതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, മദ്യപിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇന്ന് മദ്യപിക്കാത്ത സഹോദരന്മാർ വളരെ ചുരുക്കമാണ് മുസ്ലിം ഉമ്മത്തിൽ. അത് കുറവാണ്. എൻ്റെ നാട്ടിലൊരു സുഹൃത്തുമായിട്ട് ഒരിക്കൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിച്ചു, അല്ലെങ്കിൽ ഉസ്താദ് എപ്പൊക്കെ നാമം വെക്കാത്തവരുണ്ടോന്ന്. ഒരു ശൈലിയാണൊക്കെ. നാമം വെക്കാത്തവരുണ്ടോന്ന്. അതില്ല. ഒന്ന് നോക്കാത്തവർ, ഒന്ന് നാവിൽ വെച്ച് രുചി നോക്കാത്തവരാരുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ലിസ്റ്റുകൾ ഇങ്ങനെ നിരത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പല ഭാഗത്തും ചെന്ന് നമ്മൾ മദ്യപാനികളുടെ ലിസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പള്ളി പ്രസിഡന്റിന്റെ മകൻ, പള്ളി സെക്രട്ടറിയുടെ മകൻ, കാര്യപ്പെട്ട ആളുകളാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതത്ര ശരിയല്ലേ? സയഅതി അലന്നാസി സമാൻ യശ്റബൂന ഫീഹിൽ ഖുമൂർ വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്ത് ഒരു കാലം വരുന്നുണ്ട് എൻ്റെ ഉമ്മത്തിന്, അന്നവർ മദ്യപിക്കും. പക്ഷേ വയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മദ്യത്തിന്റെ പേരായിരിക്കൂല അവരതിന് പറയാം. വിദേശ മദ്യങ്ങളുടെ പേരുകൾ നല്ല ഓമന പേരായിരിക്കും. കള്ള് എന്ന് പറയൂല.
നല്ല ഓമനപ്പേര്, വിദേശ മദ്യങ്ങളുടെ നല്ല നല്ല ഓമനപ്പേര് ഇങ്ങനെ വിളിക്കും. വയുസമ്മൂനഹ ബിഗൈരിസ്മിഹ, അതിന്റെ പേരായിരിക്കൂല അവരതിന് പറയാ. പക്ഷെ അങ്ങനെ ഒരു കാലം വരുന്നുണ്ട്, എൻ്റെ ഉമ്മത്ത് മദ്യപിച്ച് കൂത്താടുന്ന ഒരു കാലം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. തിരൂരങ്ങാടിയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവിടുത്തെ ക്ലാസ്സിൻ്റെ മുന്നിൽ അതിൻ്റെ സംഘാടകനായി ഓടി നടക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ പള്ളിയിൽ എൻ്റെ കൂടെ ജുമാക്കുണ്ടായിരുന്ന ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ഞാൻ വണ്ടിയെടുത്തു, അവനും വണ്ടിയെടുത്തു. ജുമാക്കാണ്. വണ്ടിയെടുത്ത് രണ്ടാളും പുറപ്പെട്ടു. അങ്ങനെ അവൻ മുന്നിലുണ്ട്, ഞാൻ പിന്നിലുണ്ട്. രണ്ടാളും പോകുകയാണ്. അവനെടുക്കോ ധൃതി പിടിച്ച് പോകുന്നു, എനിക്കൊരു ധൃതി ഉള്ളത് കൊണ്ട് ഞാനും പോകുന്നു. ഞാൻ പിന്നിലാണ്. അവൻ നേരെ കൊണ്ടുപോയി നിർത്തിയത് ഒരു ബാറിൻ്റെ മുമ്പിലാണ്. നേരെ അങ്ങോട്ട് കയറി ജുമുഅ നിസ്കരിച്ച് മൂപ്പര് പൂസാൻ പോയതാ. ചിന്തിച്ചു നോക്ക്, കുടിച്ച് പൂസാൻ വേണ്ടി പോയതാ മൂപ്പര്. നേരെ അങ്ങോട്ട് കയറി. ഇയാളത് കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി. ഇറങ്ങി വരട്ടെ എന്ന് കരുതി. ഇറങ്ങി വരുമ്പോൾ നല്ലോണം അകത്താക്കിയിട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം ഇതിൻ്റെ ഗൗരവം. നിസ്കരിക്കാൻ നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ അകത്താക്കുന്ന ഒരു ശീലം. സുബ്ഹാനല്ലാഹ്. ഈ മദ്യം കടിച്ചവന് നാളെ സ്വർഗത്തിൽ കള്ളു കുടിക്കാൻ അവസരമില്ല. ഏത്? ഈ തരം എരപ്പത്തരങ്ങളൊന്നുമില്ലാത്ത കള്ള്. ഇത് കുടിക്കാൻ നാളെ അവന് അവസരമില്ല. ഒമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ വമാത വലം യതുബ് മിൻഹാ. ദുനിയാവിൽ വെച്ച് കള്ളു കുടിച്ചു, തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ വൃത്തികേടിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കരഞ്ഞു കരഞ്ഞു തൗബ ചെയ്തോ. ഇത് റമദാനാണ്. റമദാനിന്റെ പാതിരാവിൽ അല്ലാഹ് തൗബ സ്വീകരിക്കും. രാവും പകലും ഒക്കെ സ്വീകരിക്കും. പാതിരാവിലെ എഴുന്നേറ്റ് ആരാരും കേൾക്കാതെ പൊട്ടി കരയുമോനെ. എന്നിട്ട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് പറയ 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന നരകം അതിഗൗരവമാണ്. ആ നരകം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. അത് കേൾക്കണം, അപ്പോഴേ ബോധ്യപ്പെടൂ. ആ നരകത്തിൽ നമ്മൾ കിടന്ന് കത്തേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ നരകത്തിൽ നിന്ന് കള്ളുകുടിയന്മാർക്ക് കുടിപ്പിക്കപ്പെടുക. റസൂലുള്ള പറഞ്ഞു, കള്ളുകുടിയന്മാർക്ക് അല്ലാഹു കുടിപ്പിക്കപ്പെടുക. മിൻ മാഇ യജ്രി മിൻ നഹ്രിൻ യജ്രി മിൻ ഫുറൂജിൽ മുമിസീന വൽ മുമിസാത്ത്. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലം. ആ ചീഞ്ചലമാണ് അവരുടെ ഗുഹ്യസ്ഥാനത്തു നിന്ന് ഒരു ചലങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ചലമാണ് മദ്യപാനികൾക്ക് കുടിപ്പിക്കപ്പെടുന്നത്. എന്തേ അതിന്റെ കാരണം? മദ്യപാനികൾക്ക് ഇത് തന്നെ കൊണ്ടുപോയി കുടിപ്പിക്കാൻ കാരണം എന്താ? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. കള്ളിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. മദ്യപാനമാണ് സർവ്വ തോന്നിവാസങ്ങളുടെയും മാതാവ്. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. കാരണം മദ്യപിച്ചാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണത്, അല്ലേ? ക്ലബ്ബുകളിലൊക്കെ, നിശാ ക്ലബ്ബുകളിലൊക്കെ കൂടുന്ന കുട്ടിയേക്ക് വേഗം തിരിയും. ആദ്യം ഒരു മുറുക്ക് അകത്താക്കും, പിന്നെ നിശാസുന്ദരികളോടൊപ്പം. അതാണ് വ്യഭിചാരത്തിലേക്ക് പിന്നെ കൂടുതൽ ദൂരല്ല. ആദ്യത്തത് മദ്യപാനാണ്. അപ്പൊ മദ്യപാനത്തിന്റെ സന്താനമാണ് വ്യഭിചാരം എന്നതുകൊണ്ട് തന്നെ വ്യഭിചാരിണികളുടെ ഗുഹ്യസ്ഥാനത്തു നിന്ന് ഒഴുകുന്ന ആ നീരാണ് ഇവർക്ക് കുടിപ്പിക്കപ്പെടുക. ചുട്ടുപൊള്ളുന്ന വെള്ളം. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യും പിന്നീട്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കമ്പനി അടിച്ചെങ്കിലും മദ്യപിക്കരുത്. ഇപ്പൊ കൊണ്ട് തലേനാളത്തൊരു കല്യാണം, അന്ന് മദ്യം വിളമ്പുന്ന കല്യാണം. അൽഹംദുലില്ലാഹ് അതൊക്കെ മാറ്റം വന്ന് ബുർദയുടെയും സലാത്തിൻ്റെയും ഒക്കെ ഒരു ആവേശമായി മാറുന്നുണ്ട്. അതൊക്കെ ആർക്ക്? കുറച്ചൊക്കെ ദീനുമായിട്ട് ബന്ധമുള്ളവന്, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവന്. അല്ലാത്തവൻ എന്ത്? അവന്റെ വീട്ടിലേക്ക് അവൻ വിളിച്ച VIPസിനടക്കം ഒരു കുപ്പി അവൻ കരുതിയിരിക്കണം. പിന്നെ ഇവൻ മാറുമോ? അവന്റെ പാർട്ടി നേതാക്കൾക്കടക്കം അവൻ ഒരു കുപ്പി കരുതിയിരിക്കണം. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം മാറുമോ? അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളെ മക്കൾ നന്നാവണമുണ്ടോ? ദീനിന്റെ പ്രവർത്തകരാക്കി മാറ്റ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി മാറ്റ്. ഇത് ഞാൻ മറ്റൊന്നും വെച്ച് പറയല്ല. നിങ്ങളെ മക്കൾ പരലോകത്തേക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാവാൻ, നിങ്ങളെ നാട്ടിൽ പ്രവർത്തിക്കുന്ന SSFന്റെയും SYSന്റെയും ഒക്കെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ നിങ്ങളെ കുട്ടിയെയും കൂടെ വിട്ടുകൊടുക്കും. അതൊറ്റ വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് വലിയൊരു പാഠമാണ്. അതിനുവേണ്ടി പറഞ്ഞതാണ്. നിന്റെ കുട്ടിക്ക് നീ വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് നാറിയ ഒരു യുഗം, അല്ലേ? കമ്പനി ആയാൽ പിന്നെ എന്തു ആവാന്നാ. കമ്പനി അടിച്ച എന്തു ആവാം. ഒരു ഡോക്ടറുടെ അടുത്തൊരു സുഹൃത്ത് വന്നു, വലിയൊരു പരാതിയായിട്ടാണ് വന്നത്. ഞാൻ നേരിട്ട് കേട്ടതാ എൻ്റെ വാക്കുകൊണ്ട്. ഒരു വൈദ്യനാണ്, ഡോക്ടറല്ല.
അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ രോഗമൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച് കേട്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാനും അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, നല്ലൊരു മുസ്ലിം ചെറുപ്പക്കാരൻ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അല്ല മദ്യപിക്കാറുണ്ടോ വല്ലപ്പോഴും? ഇദ്ദേഹം തുറന്നു ചോദിക്കുകയാണ്, മദ്യപിക്കാറുണ്ടോ വല്ലപ്പോഴും? അപ്പൊ ഇവൻ പറയാ, നല്ലൊരു മുസ്ലിം സഹോദരൻ. ഞാൻ അപ്പം തന്നെ സുഹൃത്തിന്റെ പേര് ചോദിച്ചു, മുസ്ലിം സഹോദരനാണ്. ഞാൻ സ്ഥലം പറയാത്തത് അയാൾക്കത് വിഷമമാകുമെന്ന് കരുതിയാണ്, നമ്മുടെ തൊട്ടടുത്ത ആ സ്ഥലം. അപ്പൊ അദ്ദേഹത്തോട് ഇയാൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി, വല്ലപ്പോഴും ഒക്കെ കമ്പനിയായിട്ട്. ആരോടാ പറയണത്? വൈദ്യരോട് പറയാ, വല്ലപ്പോഴും ഒക്കെ കമ്പനിയായിട്ട് ചെയ്യാറുണ്ട്, അല്ലാതെ മദ്യപിക്കലൊന്നുമില്ല. കമ്പനിയായിട്ട്. അതാണിത്. കല്യാണത്തലേന്ന്, ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആഘോഷ ചടങ്ങുകളൊക്കെ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർ ആടിത്തിമർക്കുന്നത് മദ്യക്കുപ്പിയിലാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷമൊക്കെ കുടിച്ച് തമർത്താടുകയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ടത് എത്രയോ ലക്ഷക്കണക്കിന് രൂപ. ഇപ്പൊ മറന്നുപോയി, പത്രത്തിലുണ്ടായിരുന്നു അതിന്റെ കണക്ക്. ലക്ഷക്കണക്കിന് രൂപ, 36 ലക്ഷം അവിടെ പറഞ്ഞിരുന്നു. 36 കോടിയുടെ മദ്യം തിരൂർ മേഖലയിൽ വിറ്റഴിക്കപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താ? തിരൂർ മേഖലയിൽ ഇത്രയും മദ്യം വിറ്റഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ഇത്രയും മദ്യം വിറ്റഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ വളരെ 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 വഷളായിരിക്കുന്നു എന്നല്ലേ? റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സലാമത്താക്കണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ റഹ്മാനെ. ഇത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ മക്കളും ഇവിടെ വളരണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ശരിയത്ത് കോളേജുകളും അതുപോലെ തന്നെ ഇന്നിൻ്റെ ചലിക്കുന്ന യുഗത്തെയും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദഅ്വാ കോളേജുകൾ, സാധുവായ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന IMIC അടക്കമുള്ള കുറ്റിക്കാട്ടൂർ IMIC, അതുപോലെ തന്നെ അരീക്കോട് മജ്മഅ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ദഅ്വാ കോളേജുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരോടും ഉണർത്തുന്നു, നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും ഒരു കുട്ടിയെ തന്നെയെങ്കിലും ഒരു ദഅ്വാ സ്റ്റുഡൻ്റ് ആക്കണം. നിർബന്ധമായിട്ട് എല്ലാ പഠനവും കൊടുത്ത് അവനെ പുറത്തിറക്കുന്ന രൂപത്തിൽ അവൻ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ ഇത് കരുതണം. ഈ മേഖല അള്ളാഹുവിൻ്റെ റസൂൽ അടക്കി അങ്ങോട്ട് കുട്ടിയടച്ചതാണ് എന്ന് പറഞ്ഞാൽ പനങ്കളല്ലേ ഹറാമുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. ഇല്ല, കുല്ലു മുസ്കിരിൻ ഹംറുൻ, തല കറക്കുന്നതൊക്കെ മദ്യം തന്നെയാ. റസൂലുള്ള പറഞ്ഞു, മസ്തുണ്ടാക്കുന്നതൊക്കെ മദ്യാണ്. വകുല്ലു ഹംറിൻ ഹറാം, എല്ലാ കള്ളും ഹറാമാണ്. അതുകൊണ്ട് ഏത് കുടിച്ചാലും, വിദേശ മദ്യമായാലും ശരി, ഏതായാലും ശരി, ഹറാമാണ്, 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 യാതൊരു സംശയവുമില്ല. കൂടുതൽ കുടിച്ചാൽ മസ്താവും, അതിന്റെ ചെറിയൊരു ഭാഗം കുടിക്കലും ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കസീർ കുടിച്ചാൽ മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഒരു ഹദീസിൽ കാണാം, കൂടുതൽ കുടിച്ചാൽ മസ്താവും, 1-2 തുള്ളിക്കൊന്നും കുഴപ്പമില്ല, അത് 1-2 ഉള്ളി കഴിക്കലും ഹറാമാണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഇത്തരം സംഗതികൾ ചെയ്തു പോകരുത്. ആ മേഖല മൊത്തം ശപിക്കപ്പെട്ട മേഖലയാണ്. ചെറുപ്പക്കാരോടൊരു കാര്യം, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യലില്ല, പലിശ പോലുള്ളൊരു മേഖലയത്. തൊട്ടോനെ ഒക്കെ ശപിച്ചിരിക്കുന്നു റസൂലുള്ള. തൊട്ടോനെ ഒക്കെ ശപിച്ചൊരു മേഖലയാണ്. അബൂദാവൂദിന്റെ ഒരു ഹദീസ് ഉണ്ട്, തൊട്ടവരെ മുഴുവനും ശപിച്ചിരിക്കുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലുഇനത്തിൽ ഖംറു ബിഅയ്നിഹാ, കള്ള് നേർക്ക് നേർ കള്ളിനെ ശപിക്കപ്പെട്ടിരിക്കുന്നു. കള്ള് ശപിക്കപ്പെട്ട സാധനമാണ്. കള്ളിന് ശാപമുണ്ട്. കള്ളിന് മാത്രമല്ല ശാപമുള്ളത്, വശാരിബുഹ, അത് പേന്തുന്നവനും ശാപമുണ്ട്, കുടിക്കുന്നവനും ശാപമുണ്ട്. വസാഖീഹ, കുടിപ്പിക്കുന്നവനെയും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിപ്പിക്കുന്നവനെയും ശപിക്കപ്പെട്ടു. ഇവൻ കുടിക്കലൊന്നുമില്ല, ഇവൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കലുള്ളൂ. ഓനും അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ബാറിൽ നിൽക്കുന്ന ആൾ, അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, ഒഴിച്ചു കൊടുക്കുന്ന ആളാണ്, വിചാരിച്ചു മൂപ്പര് കുടിച്ചോളന്നില്ല, എന്നാ അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിപ്പിക്കുന്നവൻ, വസാഖീഹാ വബായുഹാ, വിൽപ്പനക്കാരനും വിൽക്കുന്നയാളും അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ആരാണോ വിൽപ്പന നടത്തുന്നത്, ആരാണോ പൈസ വാങ്ങി വെക്കുന്നത്, അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. വമുബ്താഉഹ, അത് വാങ്ങുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വാങ്ങുന്നവൻ, ഇവന് കഴിക്കാനല്ല, ഇവൻ വാങ്ങിയെന്നുള്ളൂ. എന്തിനാ? ഇന്ന് കലക്ടറെ ഒന്ന് കാണുന്നുണ്ട് ഉസ്താദെ, എന്തിനാ നിങ്ങളിത് വാങ്ങിയത്? ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിയത് കണ്ടപ്പോൾ ഒരു ബേജാറൊന്നുമല്ല, ഇന്ന് കലക്ടറെ ഒന്ന് കാണണം, കലക്ടറെ കാണണം, എനിക്ക് കൃത്രിമമായ ഒരു ഒപ്പ് കിട്ടണം, ഒരു രേഖ കിട്ടണം. അത് ഈ ഒരു ബോട്ടിൽ അങ്ങ് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മൂപ്പർ റെഡിയാ. കലക്ടർക്കാണ് വാങ്ങിയത്, പക്ഷേ വാങ്ങിയവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. കുടിക്കാൻ വേറുള്ളവര് കുടിക്കും, അവർക്ക് വേണ്ടി വാങ്ങിയവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. വആസിറുഹാ, ഈ കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നവൻ, പന ചെത്തുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു.
ചെത്തുന്ന പറയനും ശപിക്കപ്പെട്ടിരിക്കുന്നു, തീയനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കണം. മറ്റു ആധുനിക കള്ളുകളൊക്കെ ഉണ്ടാക്കുന്നവർ എന്ന അർത്ഥമാണ് ഇവിടെ വരിക. വയസ്സുറുഹ, അത് പിഴിഞ്ഞുണ്ടാക്കുന്നവർ. മുഴുത്തസിറുഹ, അത് പിഴിയാൻ വേണ്ടി കൽപ്പിക്കുന്നവർ, ചെത്താൻ വേണ്ടി പറയുന്നവൻ. അതാരായിരിക്കും? പള്ളി പ്രസിഡന്റിന്റെ പനയിക്കാരൻ ചെത്താൻ കൊടുത്ത് പള്ളി പ്രസിഡന്റും ശപിക്കപ്പെട്ടിരിക്കുന്നു. മുഴുത്തസിറുഹ, ചെത്തിക്കുന്നവനും. അത് മാത്രമല്ല വഹാമിലുഹ, എന്റെ ചെറുപ്പക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. അതെന്താ? തൻ്റെ കൊട്ടജീപ്പിലാണ് അങ്ങോട്ട് എത്തിച്ചത്. ഈ ഷാപ്പ് ആ ഷാപ്പുക്ക് വഹാമിലുഹ, ഇവന്റെ കൊട്ടജീപ്പും ശപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ വഹാമിലുഹ, മദ്യം വഹിക്കുന്നവനും അത് ചുമന്നു കൊണ്ടുപോകുന്നവനും ഇവനും ഇവന്റെ വണ്ടിയും ശപിക്കപ്പെട്ടിരിക്കുന്നു. വഹാമിലുഹ വൽ മഹ്മൂലതു ഇലൈ, എങ്ങോട്ടാണോ ചുമക്കപ്പെടുന്നത് അതും എന്ന് പറഞ്ഞാൽ കള്ളും ഷാപ്പും ശപിക്കപ്പെട്ടിരിക്കുന്നു. വൽ മഹ്മൂലതു ഇലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷാപ്പും ബാറും ശപിക്കപ്പെട്ടിരിക്കുന്നു. വാക്കിലു സമനിഹ, എന്നാൽ ഇന്ന് വരെ മൂപ്പരെ ബാറ് കണ്ടിട്ട് തന്നെയല്ല, വരുമാനം എങ്ങനെ വരിക മൂപ്പരെ അക്കൗണ്ടിക്ക്. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്, എത്രയോ മുസ്ലിം സഹോദരന്മാർ എന്നല്ല പലപ്പോഴും ഗൾഫിലുള്ള സുഹൃത്തുക്കൾ. സുബ്ഹാനല്ലാഹ്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ പ്രധാന വരുമാനം എന്താണെന്നറിയോ നിങ്ങൾ? ബാറുകളാണ്. അതുപോലെ തന്നെ മദ്യബാറുകളും അതുപോലെ നിശാ സുന്ദരികളെ ഒരുക്കി കൊടുക്കാൻ അതിനവർക്ക് പ്രത്യേകം സ്ഥലങ്ങളും ഇതൊക്കെ ഒരുക്കി അതിൻ്റെ കാശ് വാങ്ങി തിന്നുന്നവർ അവർ കണ്ടിട്ട് പോലുമില്ല, അവർ ഈ വൃത്തികേട് ചെയ്തിട്ടുമില്ല, നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ പറഞ്ഞിട്ട് തരില്ല, അതിൻ്റെ കാശാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. മൂപ്പരതിൻ്റെ പണം മാത്രം വാങ്ങുന്നുള്ളൂ. അവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ആരായി മേഖലയിൽ രക്ഷപ്പെട്ടത്? ഒരൊറ്റ കുട്ടിയും രക്ഷപ്പെടാൻ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുമായിട്ട് തൊട്ടവനെ മുഴുവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. മദ്യം അതുകൊണ്ട് കരുതണം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. നബി തങ്ങൾ പറഞ്ഞു മദ്യപാനം, അതുപോലെ തന്നെ ലോട്ടറി, വൽ മൈസിർ ലോട്ടറി, അതങ്ങനെ തന്നെ ഞാൻ അർത്ഥം പറയുന്നത് ചൂതാട്ടം എന്ന അർത്ഥം പറഞ്ഞ് ലോട്ടറി അതിൽ പെട്ടതല്ല എന്നുള്ള ഒരു ധാരണ സമൂഹത്തിന് വന്നിരിക്കുന്നു. അതും കൂടെ ആ കൂട്ടത്തിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഒറ്റ വാക്ക് പറയുന്നു. എന്തിന്? നമ്മളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ്, മദ്യപാനത്തിന് ചിലപ്പോൾ ഉളുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഉളുപ്പുള്ളവൻ അത് മറച്ചേ ചെയ്യുന്നുള്ളൂ. കുറച്ചൊക്കെ ഒരു ഉളുപ്പുള്ളവൻ, അല്ലാത്തവന്റെ കഥ പറയണ്ട. കുറച്ചൊരു ഉളുപ്പുള്ളവൻ അതാരും കാണരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ ഈ ലോട്ടറി എടുക്കുന്നത് ഇന്ന് ആര് കണ്ടാലും കുഴപ്പമില്ല, എവിടെന്നും എടുക്കുക. അങ്ങാടിയിൽ വണ്ടി കണ്ട് വരുമ്പോഴേക്കൊക്കെ ഓടിക്കൂടുക. തേനീച്ച കൂടനായി വണ്ടി കണ്ട് പൊതിയ അല്ലേ? ഇതുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുകയാണ്. ഈ സമ്മാനം കേട്ടിട്ട് ലക്ഷം മാരുതിക്കാറും കേൾക്കുമ്പോൾ ഓടിയാണ് ചെല്ലുക. ഇതിന്റെ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? കള്ളു കുടിക്കൽ ഏതുപോലെ ഹറാമാണോ അതിലേറെ വലിയ ഗൗരവമാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കൽ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് എൻ്റെ ചെറുപ്പക്കാർ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് എനിക്ക് പറയാം. കാരണം മദ്യപിക്കുന്നവൻ ഒരു പക്ഷേ ഒരു മെമ്പർ പോലും ഈ സാഹസിൽ ഉണ്ടാവില്ല. നമ്മൾ പുറത്തേക്ക് വേണ്ടി പറഞ്ഞു എന്ന് വെച്ചോ നിങ്ങൾ. പക്ഷെ ലോട്ടറി എടുക്കുന്നവരുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇന്ന് അത്രയും കൂടുതൽ ഇത് നടന്നുകൊണ്ടിരിക്കുക. കാരണം അറിയൂല്ല കേട്ടോ, കുറേ പാവങ്ങൾ ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്. ഇത് ഇറങ്ങാനുള്ള കാരണം ഇന്നത്തെ അതേ ലോട്ടറിയുടെ ഒരു ചിത്രം അന്ന് നിലനിന്നിരുന്നു. അത് ഇറങ്ങാനുള്ള കാരണം തന്നെ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലുള്ള മുഴുവൻ ചൂഷണങ്ങളും പെടും. ഈ ചൂതാട്ടം നിറഞ്ഞതിൽ എല്ലാം പെടും. പക്ഷെ അതിൽ ലോട്ടറി എന്ന് തന്നെ ഞാൻ പറയാൻ കാരണം ഇമാം റാസിയുടെ ഒക്കെ കാഴ്ചപ്പാട് പ്രകാരം ഇത് ഇറങ്ങുമ്പോൾ ഉള്ളത് ഇന്നത്തെ ഇതേ മൈസിറാണ് അന്ന് നിലവിലുള്ളത്. ഇമാം റാസി അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. അത് ഇറങ്ങാൻ അന്നുള്ളൊരു മൈസിർ അതും ഇന്നത്തെ ഈ ലോട്ടറിയും ഒറ്റ ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യരുത് മക്കളെ എന്നല്ല. ഇന്ന് ഇതിന്റെ മാനം പാടേ പോയിരിക്കുന്നു. ഇസ്ലാമിക മാനം പോലും അമുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. പഴയ കാലത്തൊക്കെ ബസ് കയറിയാൽ ഒരു മൊയിലിയാരെ നേരത് നീട്ടൂലായിരുന്നു. തലയെക്കെട്ടൊക്കെ കിട്ടിയൊരു മൊയിലിയാരാടുണ്ടെങ്കിൽ മുപ്പൊരു പതുക്കെയാണ് പോകും. പക്ഷെ എന്നാ അങ്ങനെയല്ല, മൊയിലിയാരത്തേക്കും കൊണ്ടുവരാതെ കൂളായിട്ട്. അപ്പം നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ അല്ലോ ഉസ്താദേ ലക്ഷാണ് മാരുതിക്കാറാണ് എന്ന് പറയാണ്. എന്തേ കാരണം? ഇത് മൊയിലിയാർക്ക് പറ്റാത്തതാണ്, അല്ലെങ്കിൽ മാപ്പിളക്ക് പറ്റാത്തതാണ് എന്ന് ഈ ഏജന്റിന് പോലും അറിയാത്ത രൂപത്തിൽ മാപ്പിളാർ ഇതുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അതതിൻ്റെ കാരണം. എത്രയാ എടുക്കുന്നത്, എത്രയാണ് നമ്മുടെ മക്കൾ ഈ ഇനത്തിലൊക്കെ പണം തുലക്കുന്നത്. ഇന്ന് വരെ ഒന്നുപോലും അടിച്ചിട്ടല്ല ഈ എടുക്കുന്നത്, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടിച്ചാൽ വാങ്ങാൻ പറ്റൂല. എത്ര ഗൗരവമുള്ള കേസാ അത്. കള്ള് കുടിക്കുന്നതിനേക്കാൾ ഗൗരവമുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ഹക്കും കൂടെ ആയതുകൊണ്ട്.
ഏതാവട്ടെ, കള്ള് കുടിക്കുന്നതിനോടൊപ്പാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇന്നമൽ ഖംറു വൽ മൈസിർ. ശരിക്ക് ശ്രദ്ധിച്ചോ. അന്ന് നിലവിലുണ്ടായിരുന്ന മൈസിർ എന്താണെന്നറിയോ? അന്ന് നിലവിലുള്ള ഒരു മൈസിറുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു 6 ആള് കൂടിയിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും, അല്ലെങ്കിൽ ഒരു 10 ആളെ നിങ്ങൾക്ക് എത്രയും സങ്കല്പിക്കാം. ഒരൊട്ടകത്തെ വാങ്ങുമ്പോൾ എല്ലാവർക്കും തുല്യ വിലയാ. 500 രൂപ എല്ലാവരും പങ്കിട്ടിട്ട് ഒരു ഒട്ടകത്തെ വാങ്ങും. എന്നിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം വിഭജിക്കും. 50 കിലോന്റെ ഒരു കെട്ട്, 25 കിലോന്റെ ഒരു കെട്ട്, 10 കിലോന്റെ ഒരു കെട്ട്, 5 കിലോന്റെ ഒരു കെട്ട്, ഇങ്ങനെ അങ്ങോട്ട് വിഭജിക്കുമ്പോൾ വിഭജനത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷെ വാങ്ങുമ്പോൾ ഒരേ പൈസയാ. വിഭജനത്തിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് പിന്നെ നറുക്കിടുകയാണ്. നറുക്കിട്ടിട്ട് 50 കിലോ എന്ന നറുക്ക് ആർക്കാണോ കിട്ടുന്നത്, കൊടുത്ത 500-ന് 5 ദിവസം പിന്നെ മൂപ്പര് കൊടുക്കൂല. കൊടുത്ത 500-ന് പകരം മൂപ്പര് അതെല്ലാം കൊണ്ടുപോയി. 50 കിലോനും കൊണ്ട് മൂപ്പരെ കുടുംബത്തേക്ക് പോയി. ഈ 500 കൊണ്ട്. അതേസമയം ഇതാണ് ഫസ്റ്റ് പ്രൈസ്, 1ാം സമ്മാനം. അത് ഇനി 2ാം സമ്മാനമാണ് 25, 3ാം സമ്മാനമാണ് 10. അപ്പൊ ഇങ്ങനെ കിട്ടുന്നവർ ഓരോരുത്തരും അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതേ സംവിധാനമാണ് ഇന്നത്തെ ലോട്ടറി. പലരുടെ 10 രൂപ സ്വരൂപിച്ചതാണ് ഒരാൾ കൊണ്ടുപോകുന്ന മാരുതിക്ക് 6 ലക്ഷവും. ഓർക്കണം, ശരിക്കോർക്കണം. ഖുർആൻ ഇത്ര ശക്തമായ ഭാഷയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫജ്തനിബൂ, നിങ്ങളതിനോട് ദൂരപ്പെട്ടു നിൽക്കൂ, അകന്നു നിൽക്കൂ. റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ വൃത്തികെട്ട വേലയാണ് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, ഒറ്റ കുട്ടിയും ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്. എടുത്താൽ നിങ്ങൾക്ക് തൽക്കാലം ഈ സ്വർഗത്തിൽ കടക്കാൻ കൂടൂല. ലോട്ടറി ടിക്കറ്റിന്റെ കൂടെ ഒരൊറ്റ കുട്ടിയും പോവണ്ട, അത് അപകടം ചെയ്യും. അത് കൂട്ടത്തിൽ ഉണർത്തിയ വലിയ കാര്യമുണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഇതേക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ 1-2 കൊല്ലം അതിന് ആയുസ്സുണ്ടായി. ഇപ്പം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അതിപ്പോൾ തീർന്നിട്ടുണ്ട്, ഇപ്പം 2ാമത് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും കൂടെ പറയണം. എല്ലാവരും മാറി നിന്നിരുന്നു. കാരണം അറിയാത്തത് കൊണ്ടാണ്. കുറേയൊന്നും ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. ഗൗരവമാണ് കേട്ടാലൊക്കെ മാറി നിൽക്കും. വിഷയത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ള കേസാണ്. എല്ലാ പള്ളിയിലെ ഇമാമുമാരും ഇത് ഉണർത്തിക്കൊടുക്കേണ്ട കാര്യമാണ്. ചെറുപ്പക്കാർ യഥേഷ്ടം അതിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദ്യപാനം എന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നേ പറ്റൂ. അത്തരം ആളുകളുമായിട്ട് കമ്പനിയും കൂടണ്ട. കമ്പനി കൂടുകയാണെങ്കിൽ അവരെ നന്നാക്കാൻ പറ്റും എന്നുള്ള നിയ്യത്തിലല്ലാതെ ഓലുമായിട്ട് കമ്പനി കൂടണ്ട. പലപ്പോഴും ഞാൻ പറയുന്നത്, നന്നാക്കുന്നതിലുപരി നമ്മൾ പോയി കേടുവരലായിരിക്കും ഫലം. അത് നല്ലോണം കരുതണം. ലാ തുജാലിസു ശുറാബൽ ഖംർ, സദഖ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞു, കള്ളുകുടിയന്മാരോടൊപ്പം നിങ്ങൾ സദസ്സ് പങ്കിടരുത്, അവരോടൊപ്പം കമ്പനി കൂടരുത്. ലാ തുജാലിസു ശുറാബൽ ഖംർ വലാ തഊദു മർളാഹും, അവർ രോഗികളായാൽ നിങ്ങൾ അവരെ സന്ദർശിക്കുകയും വേണ്ട. വലാ തശ്ഹദു ജനായിസഹും, അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ ജനാസയിൽ പങ്കെടുക്കും വേണ്ട. വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മദ്യപാനി വരിക, മുസ്വദ്ദൻ വജ്ഹുഹു, മുഖം കറുത്തവനായിട്ട്, മുദ്രിഅൻ ലിസാനഹു അലാ സ്വദ്രിഹി, അവന്റെ നാവ് നെഞ്ചത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാകും. ഹബീബ് പറയാൻ, മുദ്രിഅൻ ലിസാനഹു, മദ്യപാനി നാളെ വരുന്ന അവസ്ഥയാണ്. മുദ്രിഅൻ ലിസാനഹു അലാ സ്വദ്രിഹി, അവന്റെ നെഞ്ചത്തേക്ക് നാവ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാകും. യസീലുലു ആബുഹു, ഒരു കേലങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും ആ നാവിലൂടെ, തൂങ്ങിക്കിടക്കുന്ന നാവിലൂടെ. യുഖദ്ദിറുഹു കുല്ലു മൻ റആ, കാണുന്നവരൊക്കെ അതിനെ മ്ലേച്ഛമായി കാണും. ഹേയ്, ഏതായി പഹയൻ, മണത്തിട്ട് നിൽക്കാൻ വയ്യ. വഅറഫഹു അന്നഹു ശാരിബു ഖംർ, അവൻ കുടിയനാ എന്ന് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും. ആ രൂപത്തിൽ നാളെ പരലോകത്തവനെ കൊണ്ടുവരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം